Welcome to Lash Class. BA English second semester reading fictionile ദ കളർ പർപ്പിൾ എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ആഫ്രിക്കൻ അമേരിക്കൻ റൈറ്ററും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ആലിസ് വാക്കറിൻ്റെ ഒരു നോവലാണ്. നമുക്ക് ആ നോവലിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് പഠിക്കാനുള്ളത്. നമ്മളിവിടെ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറിയും ഇതിലെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ഉൾപ്പെടെയുള്ള ഒരു എക്സ്പ്ലനേഷനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സമ്മറി നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നോവലിൻ്റെ ഇടയിൽ നിന്നുള്ളൊരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയെക്കുറിച്ച് ധാരണ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ കണ്ടക്റ്റ് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു ഷോർട്ടായിട്ടുള്ള ഈ ഒരു നോവലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി നോക്കാം. ആലിസ് വാക്കേഴ്സ് ദ കളർ പർപ്പിൾ ഈസ് ആൻ എപ്പിസ്റ്റോളറി നോവൽ റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ലെറ്റേഴ്സ്. ഈ നോവലിൻ്റെ ഒരു സവിശേഷത, ഇതൊരു എപ്പിസ്റ്റോളറി നോവലാണ്. എപ്പിസ്റ്റോളറി എന്ന് പറയുന്നത് കത്തുകളുടെയോ ഡയറി കുറിപ്പുകളുടെയോ ഒക്കെ രൂപത്തിൽ നോവൽ എഴുതുന്നതാണ്. ഈ ഒരു നോവൽ കത്തുകളുടെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്. The plot follows the life of Sally, an African American woman in early 20th century America. ഇനി ഇതിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത് സെലി എന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ യുവതിയാണ്. അതായത് ആഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരിയായ ഒരു യുവതിയാണ്. അമേരിക്കയിലെ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടക്കുന്ന ഒരു കഥയായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു കാലഘട്ടത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അമേരിക്കയിൽ വലിയ രീതിയിലുള്ള വർണ്ണ വിവേചനമൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലുള്ള ഒരു കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയുടെ കഥയാണ് ഈ നോവലിൽ നമ്മൾ കാണുന്നത്. സെലി എൻഡ്യൂർസ് സെവിയർ അബ്യൂസ് ഫ്രം ഹെർ സ്റ്റെപ്പ് ഫാദർ അലോൻസോ. ഇനി ചെറുപ്പത്തിൽ തന്നെ വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് സെലി. സ്വന്തം സ്റ്റെപ്പ് ഫാദർ അല്ലെങ്കിൽ രണ്ടാം അച്ഛനിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഇവൾക്ക് നേരിടേണ്ടി വരുന്നു. ഹി ഇംപ്രഗ്നേറ്റ്സ് ഹെർ ട്വൈസ് ആൻഡ് ടേക്സ് അവേ ബോത്ത് ചിൽഡ്രൻ, ടെല്ലിങ് ഹെർ ദാറ്റ് ഹീ കിൽഡ് ദം. ഇവളുടെ രണ്ടാം അച്ഛനായിട്ടുള്ള ഈ വ്യക്തി ഇവളെ 2 തവണ പ്രഗ്നൻ്റ് ആക്കുന്നുണ്ട്. ഈ 2 തവണയും ആ കുട്ടികളെ അയാൾ അവളുടെ അടുത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയിട്ട് ആ കുട്ടികളെ കൊന്നുകളഞ്ഞു എന്നാണ് ഇവളോട് പറയുന്നത്. അപ്പോൾ നമ്മൾ സങ്കല്പിച്ച് നോക്കുക, വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് സെലി എന്ന ഈ പെൺകുട്ടി കടന്നു പോകുന്നത്. സ്വന്തം രണ്ടാം അച്ഛനിൽ നിന്ന് അവൾക്ക് ഇങ്ങനെയുള്ള ഒരു മോശം അനുഭവം ഉണ്ടാവും. വിത്ത് നോ വൺ ടു കൺഫൈഡ് ഇൻ, ഷീ ബിഗിൻസ് റൈറ്റിംഗ് ലെറ്റേഴ്സ് ടു ഗോഡ് ആസ് എ മീൻസ് ഓഫ് കോപ്പിംഗ്. അപ്പോൾ ഇത്തരം ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ തനിക്ക് തുണയായിട്ട് ആരുമില്ലാത്തൊരവസ്ഥയിൽ സെലി ദൈവത്തിന് കത്തുകൾ എഴുതുകയാണ്. നമ്മൾ ഡയറിയൊക്കെ എഴുതുക എന്നതുപോലെയാണ് അവൾ തൻ്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിന് എഴുതുന്ന കത്തുകൾ പോലെ ഇങ്ങനെ ഡയറി കുറിപ്പുകൾ എഴുതുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ നോവൽ കത്തുകളുടെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നത്. അപ്പോൾ സെലി ദൈവത്തിന് എഴുതുന്ന ഈ കത്തുകളിലൂടെയാണ് ഈ നോവലിലെ ആദ്യ ഭാഗത്തെ കഥയെല്ലാം നമ്മൾ കാണുന്നത്. ഷീ ഈസ് ലേറ്റർ മാരീഡ് ഓഫ് ടു മിസ്റ്റർ ഹു കണ്ടിന്യൂസ് എ സൈക്കിൾ ഓഫ് അബ്യൂസ്. അതിനുശേഷം ഇവളുടെ രണ്ടാം അച്ഛൻ ഇവളെ വിവാഹം കഴിപ്പിച്ച് അയക്കുകയാണ്. മിസ്റ്റർ എന്ന് പറയുന്ന ഒരു ആളെയാണ് ഇവൾ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് അവൾ വിവാഹം കഴിക്കുന്ന ആളുടെ പേരെന്താണെന്ന് പോലും അവൾക്ക് അറിയില്ല. ആ രീതിയിൽ ഉള്ളൊരു അനുഭവമാണ് അവൾക്ക് ഉണ്ടാവുന്നത്. കാരണം വീട്ടുകാർ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന പോലത്തെ ഒരു സാഹചര്യമാണ്. മിസ്റ്റർ എന്ന് പറയുന്ന ഒരാളെ ഇവൾ വിവാഹം കഴിക്കുന്നു. അതിനുശേഷവും അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുന്നില്ല. വീണ്ടും ഈ ദുരിതങ്ങൾ തന്നെയാണ് അവൾ അനുഭവിക്കുന്നത്. ഹി ട്രീറ്റ്സ് ഹെർ ലൈക്ക് എ സെർവൻറ്റ് ആൻഡ് ബീറ്റ്സ് ഹെർ. ഒരു വൈഫ് എന്നുള്ള പോലെയൊന്നല്ല, ഒരു ജോലിക്കാരി എന്നുള്ള പോലെയാണ് ഇവളുടെ ഹസ്ബൻഡ് ഇവളോട് പെരുമാറുന്നത്. ഇതുകൂടാതെ ഇവളെ മർദ്ദിക്കുകയും അയാൾ ചെയ്തിരുന്നു. The only source of love in Sally's life is her younger sister Nettie, but when Nettie rejects Mr.'s advances, she is forced to flee. ഇനി ഇവളുടെ ജീവിതത്തിൽ പിന്നെയും കുറച്ച് സ്നേഹം അവൾ അനുഭവിച്ചിരുന്നത് അവളുടെ സഹോദരി നെറ്റിയിൽ നിന്നാണ്. ഇനി ഇവൾ വിവാഹം കഴിഞ്ഞ് പോയതിനു ശേഷം ഇവളുടെ രണ്ടാം അച്ഛൻ നെറ്റിയെ ഇതുപോലെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ നെറ്റി വീട് വിട്ട് പോവുകയും ഇവളുടെ അടുത്ത് വന്ന് താമസിക്കുകയും ചെയ്യുന്നു. ഇവളുടെ അടുത്ത് വന്ന് താമസിക്കുന്ന സമയത്ത് ഇവളുടെ ഹസ്ബൻഡ് മിസ്റ്റർ എന്ന് പറയുന്ന ആൾ നെറ്റിയെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ ഒരു അവസരത്തിൽ നെറ്റി അവിടെ നിന്നും വീട് വിട്ട് ഇറങ്ങി ഓടിപ്പോകുന്നൊരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇവളുടെ ജീവിതത്തിൽ ഇവൾക്ക് ആകെ ഇവളെ സ്നേഹിക്കാനുണ്ടായിരുന്ന അവളുടെ സഹോദരി ഇതുപോലെ ഒരു ദുരനുഭവം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ വീട് വിട്ട് ഇറങ്ങി പോകുന്നൊരു സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. വിത്ത് നോ ന്യൂസ് ഫോർ ഇയേഴ്സ് സെലി തിങ്സ് നെറ്റി ഈസ് ഡെഡ്. അങ്ങനെ വീട് വിട്ട് പോയിട്ടുള്ള നെറ്റിയെ കുറിച്ചിട്ട് പിന്നീട് കുറേ കാലത്തേക്ക് ഇവൾക്ക് ഒരു വിവരവും ലഭിക്കുന്നില്ല. ഇവൾ പതുക്കെ വിചാരിക്കുന്നു അവളുടെ സഹോദരി മരിച്ചു പോയിട്ടുണ്ടായിരിക്കും എന്ന രീതിയിൽ. Sally's life takes a turn when she forms a deep bond with the singer Shug Avery.
അതിനുശേഷം സെലിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത് ഷഗ് ആവറി എന്ന പേരിലൊരു സിംഗറുമായിട്ട് അവർക്കൊരു സൗഹൃദം ഉണ്ടാവുന്ന സമയത്താണ്. ഷഗ് ആവറി എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള സിംഗറൊന്നുമല്ല, ഈ ക്ലബ്ബുകളിലൊക്കെ പാട്ട് പാടുന്ന ഒരു സാധാരണ ഒരു സിംഗറാണ്. അവരുമായിട്ട് സെലിക്ക് ഒരു സൗഹൃദം ഉണ്ടാവുന്നു. ഷഗ് വാസ് ഹെർ ഹസ്ബൻഡ്സ് എക്സ് ലവർ ആൻഡ് ദ സ്റ്റിൽ മെയിൻറ്റെയിൻ എ ഫ്രണ്ട്ഷിപ്പ്. ഈ ഷഗ് ആവറി എന്ന് പറയുന്നത് ആക്ച്വലി സെലിയുടെ ഹസ്ബൻഡിൻ്റെ എക്സ് ലവറാണ്. അവരിപ്പോൾ വേറെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, എന്നാലും അവർ തമ്മിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഫാമിലി ഫ്രണ്ട് എന്നുള്ള രീതിയിലാണ് സെലി ഷഗിനെ പരിചയപ്പെടുന്നത്. ഷീ ഹെൽപ്സ് സെലി ഡിസ്കവർ ഹെർ സെൽഫ് വർത്ത്, ഇൻഡിപെൻഡൻസ് ആൻഡ് ദ സ്ട്രെങ്ത് ടു സ്റ്റാൻഡ് അപ്പ് ഫോർ ഹെർ സെൽഫ്. ഈ ഷഗുമായിട്ടുള്ള സൗഹൃദത്തിൽ നിന്നാണ് സെലിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സെൽഫ് കോൺഫിഡൻസും അതുപോലെ ഒരു സെൽഫ് വർത്തും എല്ലാം ഉണ്ടാവുന്നത്. സെലിയോട് ആദ്യമായിട്ട് നീ സുന്ദരിയാണ്, നിന്നെ കാണാൻ ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നത് ഷഗാണ്. അതുവരെ സെലി താൻ കറുത്തൊരു പെൺകുട്ടിയാണ്, തന്നെ കാണാൻ ഭംഗിയൊന്നുമില്ല എന്നൊക്കെ കരുതിയിരുന്ന ഒരാളാണ്. അതുകൂടാതെ തന്നെ അവൾക്ക് ഒരു സെൽഫ് വർത്ത് ഉണ്ട്, അവരുടെ ജീവിതത്തിന് ഒരു വിലയുണ്ട് എന്നുള്ള തോന്നലൊക്കെ സെലിക്ക് ഉണ്ടാവുന്നത് ഈ ഷഗുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൽ നിന്നാണ്. Eventually, Sally discovers that Mr. has been hiding Nettie's letters for years. പിന്നീടൊരു വഴിത്തിരിവ് ഉണ്ടാവുന്നത് സെലിയുടെ സഹോദരി നെറ്റി വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ്. അവൾ മരിച്ചു പോയിട്ടുണ്ടായിരിക്കുമെന്നാണ് സെലി കരുതിയിരുന്നത്. എന്നാൽ വാസ്തവത്തിൽ ഇത്രയും വർഷങ്ങളായിട്ട് നെറ്റി തനിക്ക് കത്തുകൾ എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ള കാര്യവും ഈ കത്തുകളെല്ലാം തന്നെ തൻ്റെ ഹസ്ബൻഡ് ഒളിപ്പിച്ചു വയ്ക്കുക എന്നുള്ള കാര്യവും സെലി ഷഗിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കണ്ടെത്തുന്നു. She learns that Nettie has been working as a missionary in Africa and that Sally's stolen children have been adopted into the missionary family. സെലി വീട് വിട്ട് ഓടിപ്പോയതിനു ശേഷം ഒരു മിഷണറി ഫാമിലിയിലാണ്, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നടത്തുന്ന ഒരു കുടുംബത്തിലാണ് ചെന്ന് ചേരുന്നത്. അവർ പിന്നീട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് പോയി. അവരുടെ കൂടെ നെറ്റി ആഫ്രിക്കയിലേക്ക് പോയിരിക്കുകയാണ്. ഇതുകൂടാതെ സെലിയുടെ 2 കുട്ടികൾ, അവളുടെ രണ്ടാനച്ഛൻ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞത് 2 കുട്ടികൾ ആക്ച്വലി ഈ മിഷണറി ഫാമിലിയുടെ കൂടെ, ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളുകളുടെ കൂടെ ഉണ്ട്. ആഫ്രിക്കയിൽ ആ കുട്ടികൾ ഈ മിഷണറിയിൽ വളരുന്നുണ്ട് എന്നുള്ള കാര്യവും നെറ്റിയുടെ കത്തുകളിൽ നിന്ന് സെലി മനസ്സിലാക്കുന്നു. Empowered by the support of the women around her, Sally finds the courage to leave Mr. and reclaim her life. അങ്ങനെ തൻ്റെ ജീവിതത്തിലുള്ള ഈ സ്ത്രീ സുഹൃത്തുക്കളുടെയും തൻ്റെ സഹോദരിയുടെയും ഈ സപ്പോർട്ടിൽ നിന്ന് എംപവർമെൻറ്റ് നേടിയതിനു ശേഷം ഈ അബ്യൂസീവായിട്ടുള്ള ഈ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വന്തമായിട്ടൊരു ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി സെലി തീരുമാനിക്കുന്ന ഒരു ഇടത്താണ് നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്ററിലെ എക്സെപ്റ്റിലേക്ക് എത്തുന്നത്. ലെറ്റർ 1. ഇനി നമുക്ക് പഠിക്കാനുള്ള എക്സെപ്റ്റിൽ സെലി എഴുതുന്ന 3 കത്തുകളാണുള്ളത്. അതിൽ ആദ്യത്തെ കത്ത് നമുക്ക് നോക്കാം. In the excerpt, Sally writes a letter to her sister Nettie, informing her about recent events. അപ്പോൾ സെലി തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ തൻ്റെ സഹോദരി നെറ്റിക്ക് എഴുതുന്ന ഒരു കത്താണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു സെലി അവൾക്ക് ആരുമില്ലാത്തത് കാരണം കൊണ്ട് ദൈവത്തിനാണ് കത്തുകൾ എഴുതിയിരുന്നത് എന്നുള്ളത്. അതിനുശേഷം ഈ നെറ്റിയുമായിട്ട് വീണ്ടും അവൾ റീകണക്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് നെറ്റിക്കാണ് അവൾ കത്തുകൾ എഴുതുന്നത്. ആ കത്തുകളിലൂടെയാണ് പിന്നെ നമ്മൾ ഈ നോവലിലെ കഥ കാണുന്നത്. Sally recounts Sophia's story, who was once married to Harpo, her husband's son, from another woman. ഈ കത്തിൽ സോഫിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീയുടെ കഥയാണ് സെലി തൻ്റെ സഹോദരിയോട് പറയുന്നത്. ഈ സോഫിയയും സെലിയും തമ്മിലുള്ള ബന്ധം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സെലിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ സെലിയേക്കാളും കുറച്ച് പ്രായമുള്ള ഒരാളാണ്. സെലി വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് വേറൊരു സ്ത്രീയിൽ ഒരു മകനുണ്ട്, ഹാർപ്പോ എന്ന പേരിൽ. ആ ഹാർപ്പോയുടെ വൈഫാണ് നമ്മൾ ഈ പറയുന്ന സോഫിയ. എന്തായാലും നമുക്ക് ഈ സോഫിയയുടെ കഥ എന്താണെന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, അത് നോക്കാം. സോഫിയ ഹാഡ് ബീൻ ഇംപ്രിസൺഡ് ഫോർ റിറ്റാലിയേറ്റിംഗ് അഗെയിൻസ്റ്റ് ദ മേയേഴ്സ് വൈഫ്. സോഫിയ ജയിലിലാണ് ഉണ്ടായിരുന്നത്. മേയറുടെ വൈഫുമായിട്ടൊരു പ്രശ്നം ഉണ്ടായതിൻ്റെ പേരിലാണ് സോഫിയ ജയിലിലാവുന്നത്. ആ പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഇൻജസ്റ്റിസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോഫിയ ഒരു കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീ ആയത് കാരണം കൊണ്ട് മേയറും മേയറുടെ വൈഫും അവരുടെ വീട്ടിൽ ജോലി ചെയ്യാൻ വേണ്ടി സോഫിയോട് പറയുന്നു. സോഫിയ അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു. ആ സമയത്ത് മേയറുടെ വൈഫ് സോഫിയനെ അടിക്കുന്നു, സോഫിയ തിരിച്ചടിക്കുന്നു. ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം. അപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളതൊന്നും അവിടെ നോക്കുന്നില്ല.
നമ്മൾ പറഞ്ഞ ഈ കഥയുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുള്ള അമേരിക്കയാണ്. അമേരിക്കയിൽ ഈ വർണ്ണവിവേചനമുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീ വെള്ളക്കാർക്കെതിരെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തി എന്ന് പറയുന്ന സമയത്ത് തെറ്റ് ശരി ആരുടെ ഭാഗത്തെന്നൊന്നും ചോദ്യം വരുന്നില്ല. സോഫിയ ജയിലിൽ അടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. Later, she was moved to the mayor's house as a maid, where she lived in poor conditions for 11 years. ഇനി സോഫിയയ്ക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജയിൽ ശിക്ഷ മാത്രമല്ല, അവൾക്ക് ഈ ജോലി ചെയ്യാൻ പോവില്ല എന്ന് പറഞ്ഞ മേയറുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിൽക്കണം എന്നുള്ള ശിക്ഷയാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ 11 വർഷം ആ മേയറുടെ വീട്ടിൽ സോഫിയ ജോലിക്കാരിയായിട്ട് നിൽക്കുകയാണ്. ഏറെക്കുറെ ജയിലിൽ അടക്കപ്പെട്ട പോലെ സാഹചര്യമാണ്. കാരണം കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ആ വീട്ടിൽ ജോലിക്കാരിയായിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ കാലഘട്ടത്തിൽ അമേരിക്കയിൽ നിന്നിരുന്ന വർണ്ണവിവേചനത്തിൻ്റെ ഒരു രൂക്ഷതയൊക്കെയാണ് സോഫിയയുടെ ഈ ഒരു കഥയിൽ കാണുന്നത്. Upon her release, Sophia found that her children no longer recognized her as their mother, instead calling her sister Odessa Mama and Harpo's new partner Skuk Little Mama. ഇനി 11 വർഷങ്ങൾക്ക് ശേഷം സോഫിയ ആ ശിക്ഷയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് സോഫിയയുടെ കുട്ടികൾ, സോഫിയ ജയിലിലാവുന്ന സമയത്ത് സോഫിയയ്ക്ക് ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ആ കുട്ടികൾ ഇപ്പോൾ സോഫിയയെ കണ്ടാൽ തിരിച്ചറിയുന്നില്ല. കാരണം കുറേ കാലമായിട്ട് അവർ അമ്മയെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് അമ്മയാണെന്നുള്ള കാര്യമൊന്നും കുട്ടികൾക്ക് അറിയില്ല. പകരം സോഫിയയുടെ സഹോദരി ഒഡേസയാണ് ഈ കുട്ടികളെ അമ്മ എന്ന് വിളിക്കുന്നത്. ഇത് മാത്രമല്ല, സോഫിയ തിരിച്ചു വരുന്ന സമയത്ത് സോഫിയയുടെ ഹസ്ബൻഡ് ഹാർപ്പോയിന് ഇപ്പോൾ പുതിയൊരു പാർട്ട്ണർ ഉണ്ട്. സ്ക്യൂക്ക് എന്നാണ് ആ സ്ത്രീയുടെ പേര്. അപ്പോൾ സോഫിയ ജയിലിൽ പോയിട്ട് വരുന്ന സമയത്ത് സോഫിയയുടെ കുട്ടികൾ സോഫിയയെ തിരിച്ചറിയുന്നില്ല. ഹസ്ബൻഡ് ആണെങ്കിൽ വേറൊരു സ്ത്രീയുടെ കൂടെയാണുള്ളത്. സ്ക്യൂക്ക് എന്നാണ് ആ സ്ത്രീയുടെ പേര്. ആ സ്ത്രീനെയാണ് സോഫിയയുടെ കുട്ടികൾ ലിറ്റിൽ മാമ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സോഫിയയുടെ ഈ ഒരു കഥയിൽ നമ്മൾ കാണുന്നത് അമേരിക്കയിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഇൻജസ്റ്റിസ്, വർണ്ണവിവേചനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. During a family dinner at Odessa's house, Shug announces that she is going to Memphis and Sally will be accompanying her. ഇനി സോഫിയയുടെ സഹോദരി ഒഡേസയുടെ വീട്ടിൽ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ്. അവിടെ വെച്ചിട്ടാണ് ഈ കഥയിലെ വഴിത്തിരിവുള്ളൊരു സംഭവം ഉണ്ടാവുന്നത്. ഷഗ് പറയുന്നു, ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, അവൾ നാട് വിടാൻ പോവുകയാണ്, മെംഫിസ് എന്ന് പറയുന്നൊരു ടൗണിലേക്ക് അവൾ പോവുകയാണെന്ന് പറയുന്നു. കൂടാതെ സെലിയെ കൂടി അവൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുന്നു. Mr. Sally's abusive husband is shocked and protests, but Sally stands up to him. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് സെലിയുടെ ഹസ്ബൻഡിൻ്റെ ഒരു ക്യാരക്ടറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു കൺട്രോളിങ് ആയിട്ടുള്ള, അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോവുള്ളൂ എന്ന രീതിയിലാണ്. അപ്പോൾ ആ സമയത്ത് ഷഗ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ശവത്തിനെ ഞങ്ങളൊരു പരവതനയായിട്ട് കണക്കാക്കും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് വളരെ വലിയൊരു വാക്കേറ്റ് അവിടെ ഉണ്ടാവുകയാണ്. ഷഗ് പറയുന്നു, അവൾ നാട് വിട്ട് പോവുകയാണ്, ഒരു നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോവുകയാണ്, സെലീനെയും കൂടെ കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഈ സമയത്ത് സെലിയുടെ ഹസ്ബൻഡ് പറയുന്നു, അങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വൈഫിനെ കൊണ്ടുവിടുന്നത് പോകില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിൽ തർക്കമാവുന്നു. സെലിയും തൻ്റെ ഹസ്ബൻഡിനോട് എതിർത്ത് സംസാരിക്കുന്നു. ഇത്രയും കാലം ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിച്ചിരുന്ന സെലി, അവൾക്കിപ്പോൾ ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അവൾ ഹസ്ബൻഡിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. She confronts him about separating her from Nettie and reveals that she knows her children are alive and being raised in Africa. അപ്പോൾ ഈ സമയത്താണ് ഇത്രയും കാലമായിട്ട് അവളുടെ സഹോദരി നെറ്റി അവൾക്ക് അയച്ചിരുന്ന കത്തുകളൊക്കെ ഈ ഹസ്ബൻഡ് ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ സെലി തൻ്റെ ഹസ്ബൻഡിനോട് ചോദ്യം ചോദിക്കുന്നു. ആ കത്തുകളൊക്കെ ഞാൻ വായിച്ചു, എൻ്റെ കുട്ടികൾ ആഫ്രിക്കയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, എൻ്റെ സഹോദരി ജീവിക്കുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അങ്ങനെ നിങ്ങൾക്ക് ഇനി എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സെലി പറയുന്നു. When Mr. attempts to hit her, she defends herself with a knife, further asserting her newfound strength. ഇനി ഇവർ തമ്മിലുള്ള വഴക്കിങ്ങനെ തുടരുകയാണ്. ഈ ഹസ്ബൻഡ് പറയുന്നുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ സ്ത്രീ ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് പറയുന്നൊക്കെ. ഈ സമയത്ത് നാട്ടുകാർ പറയുന്നത് നമ്മളെന്തിനാ നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ രീതിയിൽ ഇവർ തമ്മിലുള്ള വഴക്കിങ്ങനെ തുടരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഹസ്ബൻഡ് അവളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അവൾ അവിടെ ടേബിളിലിരിക്കുന്ന കത്തി എടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തത്. എന്നെ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വിവരം അറിയുന്നുള്ള രീതിയിലാണ് സെലി പറയുന്നത്. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന സെലിയുടെ ക്യാരക്ടർ മാറിയിട്ട് ഒരു സെൽഫ് കോൺഫിഡൻസും ഇൻഡിപെൻഡൻസും എല്ലാം ഉള്ള രീതിയിൽ സെലിയെ നമ്മൾ ഇവിടെ ഈ രംഗത്തിൽ കാണുന്നു. സ്ക്വീക്ക് ഓൾസോ ഡിക്ലെയർസ് ഹർ ഡിസയർ ടു ലീവ് ആൻഡ് പെർസ്യൂ എ സിംഗിങ് കരിയർ. അപ്പോൾ ഈ സമയത്ത് സ്ക്വീക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർപ്പോയുടെ പുതിയ പാർട്ട്ണറാണ്. സ്ക്യൂക്ക് പറയുന്നു, ഇവരിങ്ങനെ നാട് വിട്ടു പോവുകയാണെങ്കിൽ ഞാനും നാട് വിട്ടു പോവുകയാണ്, എനിക്കും ഷഗ്ഗിനെ പോലെ ഒരു പാട്ടുകാരി ആവണം എന്ന് അവർ പറയുന്നു.
എ വിസിറ്റ് ഫ്രം എ വൈറ്റ് വുമൺ സോഫിയ വൺസ് വർക്ക് ഫോർ ഇൻ്ററപ്റ്റ്സ് ദ ഡിന്നർ. അങ്ങനെ ഇവരാകെ തർക്കമായിട്ട് നിൽക്കുന്ന സമയത്ത് പുറമേ നിന്ന് ഒരാൾ അങ്ങോട്ട് വരുന്നു. അപ്പോഴാണ് ആ രംഗം ഒന്ന് ശാന്തമാവുന്നത്. സോഫിയ മുമ്പ് ജോലി ചെയ്തിരുന്ന വീട്ടിലെ വെള്ളക്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് അങ്ങോട്ട് വരുന്നത്. സോഫിയ സ്റ്റെപ്സ് ഔട്ട്സൈഡ് ടു ടോക്ക് ടു ഹെർ. അപ്പോൾ സോഫിയ ഈ വന്നിട്ടുള്ള സ്ത്രീയോട് സംസാരിക്കുന്നു. ആഫ്റ്റർ റിട്ടേണിംഗ് സോഫിയ ബ്രീഫ്ലി മെൻഷൻസ് ഷീ നീഡ്സ് ടു ഗോ ദെയർ ഫോർ സം വർക്ക് ബട്ട് വിൽ റിട്ടേൺ സൂൺ. സോഫിയ പറയുന്നത് ആ പ്രശ്നമൊന്നുമില്ല, അവിടെ വീട്ടിൽ കുറച്ച് ജോലികളുണ്ട്, അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുകയാണ്, ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും എന്ന് സോഫിയ പറയുന്നു. ബിഫോർ ലീവിംഗ് സ്ക്യൂക്ക് ആസ്ക്സ് സോഫിയ ടു ലുക്ക് ആഫ്റ്റർ ഹെർ ഡോട്ടർ സൂസി ക്യൂ ആൻഡ് ഹാർപ്പോ വൈൽ ഷീ ഈസ് അവേ. അപ്പോൾ സോഫിയ പോകുന്നതിന് മുമ്പ് സ്ക്യൂക്ക് സോഫിയോട് ചോദിക്കുന്നത് അവളുടെ മകള് സൂസി ക്യൂവിനെയും അതുപോലെ പാർട്ട്ണർ ഹാർപ്പോയെയും സോഫിയ നോക്കുമോ എന്നാണ്. കാരണം സ്ക്യൂക്ക് നാട് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. Sophia agrees, and the excerpt ends with a sense of quiet understanding between the women, symbolizing growth, resilience, and mutual support among the female characters. അപ്പോൾ സോഫിയ പറയുന്നു, ആ ശരി ഞാൻ നോക്കിക്കോളാം കുട്ടികളെ എന്ന് പറയുന്നു. അങ്ങനെ ഈ സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യദാർഢ്യവും ഒരു സപ്പോർട്ടുമാണ് ഈ ഒരു ലെറ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. സെലിയും ഷഗ്ഗും അതുപോലെ സ്ക്യൂക്കും സോഫിയും എല്ലാം തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ ഐക്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം നമ്മളിവിടെ കാണുന്നു. ലെറ്റർ 2. ഇൻ ദ നെക്സ്റ്റ് ലെറ്റർ സെലി ഡിസ്ക്രൈബ്സ് ഹർ ജേർണി ടു മെംഫിസ്. അപ്പോൾ അവർ മെംഫിസിലേക്ക് നാട് വിടാൻ പോവുകയാണെന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ലെറ്ററിൽ കണ്ടത്. അടുത്ത ലെറ്ററിൽ അവരങ്ങനെ മെംഫിസിലേക്കുള്ള യാത്രയാണ് അവിടെ വിവരിക്കുന്നത്. ഈ യാത്ര ഒരു കാറിലാണ് പോകുന്നത്. ഈ 3 സ്ത്രീകളും ഈ 3 സ്ത്രീകളുടെ ഹസ്ബൻഡുമാർ അവരോട് പോവണ്ട എന്നൊക്കെ പറയുന്ന ആളുകളാണ്. പക്ഷേ ഇവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് കൂടെ പോകുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഷീ നോട്ട്സ് ദാറ്റ് wherever there is a man there is trouble, as exemplified by Grady's behavior during the trip. ഈ കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സെലി എഴുതുന്നത് എവിടെയെല്ലാം പുരുഷന്മാരുണ്ടോ അവിടെയൊക്കെ പ്രശ്നമുണ്ട് എന്ന രീതിയിലാണ്. അതിന് ഉദാഹരണമായിട്ട് അവൾ പറയുന്നത് ഗ്രേഡിയുടെ ബിഹേവിയറാണ്. ഗ്രേഡി എന്ന് പറയുന്നത് ഷഗ്ഗിൻ്റെ ഹസ്ബൻഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സെലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഷഗ്ഗ്. ഷഗ്ഗിൽ നിന്നാണ് അവൾക്കൊരു കോൺഫിഡൻസ് ഒക്കെ ലഭിക്കുന്നുള്ളത്. അപ്പോൾ ഷഗ്ഗിൻ്റെ ഹസ്ബൻഡാണ് ഗ്രേഡി. അയാളുടെ പെരുമാറ്റമാണ് ഇവിടെ അവൾ ഒരു ഉദാഹരണമായിട്ട് പറയുന്നത്. Grady constantly seeks Skew's attention, boasting about life in North Memphis and making the journey uncomfortable for Sally. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രേഡി ഷഗ്ഗിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഈ യാത്രയിലുടനീളം സ്ക്യൂക്കിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇയാൾ നടത്തുന്നത്. ഇപ്പോൾ ഇവരിപ്പോൾ മെംഫിസ് എന്ന് പറഞ്ഞ ടൗണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇയാൾ പറയുന്നു ഞാൻ അവിടെ മുമ്പ് പോയിട്ടുണ്ട്, അവിടെ അങ്ങനെയാണ് ഇങ്ങനെയുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അവിടെ നടത്തുന്നത്. കൂടാതെ എപ്പോഴും സ്ക്യൂക്കിൻ്റെ അടുത്ത് തന്നെയാണ് ഇയാൾ പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കാണുന്ന സമയത്ത് സെലിക്ക് അത് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. ആ കാര്യമൊക്കെ അവൾ ഈ കത്തിൽ വിവരിക്കുന്നു. Meanwhile, Mr. pretends to be indifferent to Sally's departure, but quickly reveals his bitterness. അപ്പോൾ ഈ സമയത്ത് സെലിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ നമ്മൾ നേരത്തെ കണ്ടതാണ്. എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ടാണ് നിങ്ങൾ പോകുള്ളൂ എന്നൊക്കെ ഡയലോഗ് ഇട്ട ആളാണ്. അയാളാണ് ഇപ്പോൾ ഇവരെ യാത്രയാക്കാൻ വേണ്ടി കൂടെ പോകുന്നത്. ആദ്യമൊക്കെ അയാൾ ഇവിടെ പോയാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഭാവത്തിലൊക്കെ മസിൽ പിടിച്ചിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ അയാളുടെ ദേഷ്യം അയാൾ പ്രകടിപ്പിക്കുകയാണ്. He belittles her, claiming she has no talent, beauty or prospects, and mocks her for thinking she could succeed outside his control. His insults are cruel and relentless, dismissing her as nothing more than Shug's maid and ridiculing the idea that she could ever be independent. അപ്പോൾ ഇയാൾ സെലിയോട് പറയുന്നത് നീ ടൗണിൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്, നിനക്ക് ഒരു കഴിവുമില്ല, നിന്നെ കാണാനും ഒരു ഭംഗിയില്ല, നിനക്ക് ഒരു ജോലി അവിടെ കിട്ടാൻ പോകുന്നില്ല, നീ വെറുതെ പോവുകയാണ്. ഷഗ്ഗിന് പാട്ട് പാടാൻ അറിയാം, അവിടെ പോയിട്ടൊരു സിംഗറായിട്ട് ജോലി ചെയ്യും. നിനക്ക് അവിടെ പോയിട്ട് ഷഗ്ഗിൻ്റെ ഒരു വേലക്കാരിയായിട്ട് നിൽക്കാൻ വേണ്ടി മാത്രമേ പറ്റൂ, നിനക്ക് അവിടെ വേറെ ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല, നീ അവിടെ ഒന്നും ആവാതെ തിരിച്ച് ഇങ്ങോട്ട് എൻ്റെ കാലിൻ്റെ അടിയിലേക്ക് തന്നെ വരും എന്നുള്ള രീതിയിലൊക്കെ ഡയലോഗുകളാണ് വളരെ ക്രൂരമായിട്ട് ഈ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. Sally, however, refuses to be broken. She curses him, declaring that until he does right by her, everything he touches will crumble. സെലി ആണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തകർന്നു പോകുന്നൊന്നുമില്ല. അവൾ തിരിച്ച് പ്രതികരിക്കുന്നു. നിങ്ങൾ എന്നോട് ഇത്രയും കാലം ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തു, എൻ്റെ സഹോദരി എന്നിൽ നിന്ന് അകറ്റി എന്നുള്ള രീതിയിലൊക്കെ അവൾ പറയുന്നു. എന്നോട് ചെയ്ത തെറ്റുകൾക്ക് നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യാതെ നിങ്ങൾ ഗുണം പിടിക്കില്ല, നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും നിങ്ങൾ നശിച്ചു പോവും എന്നൊക്കെ ശപിച്ചുകൊണ്ട് സെലി ഈ ഹസ്ബൻഡിനോട് പ്രതികരിക്കുന്നു. As Mr. threatens her, Shug intervenes, warning him to stop before he makes things worse for himself.
അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്ക് ഇങ്ങനെ രൂക്ഷമായി കൊണ്ടുവരികയാണ്. ഇവളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഇവളെ മർദ്ദിക്കാൻ വേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. ആ സമയത്ത് ഷഗ് ഇടപെടുന്നു. എന്നിട്ട് പറയുന്നു അവളുടെ വഴിക്ക് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് അവിടെ അങ്ങനെ സോൾവ് ചെയ്യുന്നു. In the final lines, Sally asserts her presence and self-worth despite everything she has endured. Though she is poor, black, and considered unattractive by society's standards, she proclaims, "But I am here." അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് സെലി പിന്നെ അവിടെ പറയുന്നത്. ഞാൻ കറുത്തവളായിരിക്കാം, എന്നെ കാണാൻ സൗന്ദര്യമുണ്ടായിരിക്കില്ല, എനിക്ക് കഴിവുകൾ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഇതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ലൈഫിനും ഒരു വാല്യൂ ഉണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ സാഹചര്യത്തെ എല്ലാം അതിജീവിക്കാനുള്ള ഒരു കഴിവ് അവൾക്കുണ്ട് എന്ന് അവൾ അവിടെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. ഷഗ് റെസ്പോൺസ് വിത്ത് an ആമേൻ, റീഇൻഫോഴ്സിംഗ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് സെലീസ് അവേക്കനിങ് ആൻഡ് ന്യൂ ഫോൾഡ് കോൺഫിഡൻസ്. ഈ സമയത്ത് ഇവളുടെ സുഹൃത്തായിട്ടുള്ള ഷഗ് ആമേൻ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന പോലെ. അപ്പോൾ സെലി വീണ്ടും അവളുടെ ഒരു സെൽഫ് വർത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിട്ട് പരിവർത്തനം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ലെറ്റർ 3. ഇനി ഈ എക്സാമ്പിളിൽ ലാസ്റ്റ് ലെറ്റർ ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദ തേർഡ് ലെറ്റർ സെലി ഡിസ്ക്രൈബ്സ് എ ലൈഫ് ഇൻ മെംഫിസ്. അങ്ങനെ സെലി ഷഗിൻ്റെ കൂടെ മെംഫിസിലേക്ക് പോയിട്ട് അവിടെയുള്ള ആ ഒരു ലൈഫാണ് ഈ ലെറ്ററിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Shug's house in Memphis is large, pink and barn-like, with extravagant decorations including statues of elephants and turtles. അപ്പോൾ ഷഗിൻ്റെ അവിടെയുള്ള വീട്ടിലാണ് സെലി നിൽക്കുന്നത്. ആ വീടൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വലിയൊരു വീടാണെന്ന് പറയുന്നു. ബാൺ-ലൈക്ക്, ഒരു ഗോഡൗൺ പോലെയാണ് വീട്. വലിയ വലിയ റൂമുകളാണ്. കുറേ ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ട്. ഈ എലിഫൻസിൻ്റെയും ടേർട്ടിൽസിൻ്റെയും എല്ലാം സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള രീതിയിൽ ആ വീടൊക്കെ ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പറയുന്നു. They have a good time together, often discussing Shug's dream of building a round house. ഇനി അവിടെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് സെലിക്ക് ഉണ്ടാവുന്നത്. ഷഗിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഷഗ് അവിടെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അവൾക്ക് റൗണ്ട് ഷേപ്പിൽ ഒരു വീട് വെക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവരിങ്ങനെ തമാശ പോലെ ഡിസ്കസ് ചെയ്യുന്നു. They playfully make plans and designs together, creating a joyful atmosphere. അവരിങ്ങനെ ആ റൗണ്ടിലുള്ള വീട് എങ്ങനെ ഉണ്ടാക്കും, അതിൻ്റെ പ്ലാൻ, ഡിസൈൻ അങ്ങനെയൊക്കെ ഇങ്ങനെ വരയ്ക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ആ രീതിയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് സെലി അവിടെ കടന്നു പോകുന്നത്. They also read newspapers together and often discuss the world's injustices which are filled in the newspapers. ഇത് കൂടാതെ പിന്നെ അവർ ചെയ്യുന്നൊരു കാര്യം, ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുമിച്ചിരുന്ന് ന്യൂസ് പേപ്പർ വായിക്കലാണ്. ന്യൂസ് പേപ്പർ വായിക്കുന്ന സമയത്ത് നമുക്കറിയാം, ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ആകെ അഴിമതി, അക്രമം, കുറ്റം, കൊല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കാണുക. അതൊക്കെ തന്നെയാണ് ഇവരും കാണുന്നത്. അപ്പോൾ ഈ സമൂഹത്തിലുള്ള കുറേ പ്രശ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ അവർ ന്യൂസ് പേപ്പറിനകത്ത് കാണുന്നു. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു സാമൂഹിക വിമർശനമായിട്ടുള്ള ചർച്ചകളൊക്കെ ഇവരിങ്ങനെ നടത്താറുണ്ട്. ഷഗ്സ് ലൈഫ് ഓൺ ദ റോഡ് ഈസ് എക്സോസ്റ്റിംഗ്, ലീവിങ് ഹർ ഡ്രെയിൻഡ്. അപ്പോൾ ഷഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിംഗറാണ്. ഈ ക്ലബ്ബുകളിലും മറ്റൊക്കെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നു. സ്ഥിരമായിട്ട് യാത്രകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ വീട്ടിലുള്ള കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ഷഗ് തന്നെയാണ്. അപ്പോൾ വളരെ ടയേർഡൊക്കെ ആയിട്ടാണ് അവൾ പലപ്പോഴും ഉള്ളത്. സെലി ഓഫേഴ്സ് ടു ട്രാവൽ വിത്ത് ഹെർ ആസ് എൻ അസിസ്റ്റൻറ്റ്, ബട്ട് ഷഗ് റെഫ്യൂസസ്, വാണ്ടിങ് സെലി ടു ഫോക്കസ് ഓൺ ഹെർസെൽഫ്. അപ്പോൾ സെലി പറയുന്നു, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ട് വരാം, നിങ്ങൾക്കൊരു ഹെൽപ്പൊക്കെ ആയിട്ട് ഞാൻ നിൽക്കാം എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഷഗ് പറയുന്നു, വേണ്ട, നീ നിൻ്റേതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ടാക്കുകയാണ് വേണ്ടത് പറയുന്നു. കാരണം ഇവളുടെ ഹസ്ബൻഡ് ഇവിടുന്ന് വരുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, നിനക്ക് അവിടെ പോയി ജോലിയൊന്നും കിട്ടില്ല, നിനക്ക് ഷഗ്ഗിൻ്റെ വേലക്കാരിയായിട്ട് നിൽക്കേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതുപോലെ വേണ്ട എന്നാണ് ഷഗ് പറയുന്നത്. While Shug is away, Sally immerses herself in sewing pants, experimenting with different styles, fabrics and designs. അങ്ങനെ ഷഗ് ജോലിക്ക് പോകുന്ന സമയത്ത് സെലി പിന്നെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യുന്നത് ടൈലറിംഗ് ആണ്, സ്യൂവിങ്, തുന്നലാണ് ചെയ്യുന്നത്. അവൾ പല ഫാബ്രിക്സും മറ്റുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാൻസ് തുന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷഗ് സപ്പോർട്ട്സ് ഹെർ ബൈ പ്രൊവൈഡിങ് ദ മെറ്റീരിയൽ ഷീ നീഡ്സ് ആൻഡ് എൻകറേജസ് ഹെർ. അപ്പോൾ ഇവളിത് തുന്നി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യം തുന്നുന്ന പാൻസ് ഒന്നും ശരിയാവുന്നില്ല. ഇവൾ പല അളവുകളിൽ തുന്നുന്നുണ്ട്, കുട്ടികൾക്കുള്ളത്, മുതിർന്നവർക്കുള്ളത്, അങ്ങനെ പലത് ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ആദ്യം ഒന്നും ശരിയാവുന്നില്ല. ഷഗ് പക്ഷേ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവൾക്ക് ആവശ്യമായിട്ടുള്ള തുണിയും സൂചിയും നൂലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ ഇവളെ എൻകറേജ് ചെയ്യുകയാണ് ഷഗ് ചെയ്യുന്നത്. ഇവഞ്ച്വലി സെലി മേക്സ് എ സ്പെഷ്യൽ പെയർ ഫോർ ഷഗ് ഡിസൈൻഡ് ഫോർ കംഫർട്ട് ആൻഡ് പ്രാക്ടിക്കാലിറ്റി. അങ്ങനെ അവസാനം കുറേ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സെലി കൃത്യമായിട്ടുള്ള ഒരു പാൻറ് തുന്നുന്നു. ഷഗ്ഗിന് വേണ്ടിയിട്ടാണ് അവളത് തുന്നിക്കൊടുക്കുന്നത്. ദെൻ സ്ക്യൂക്ക് അഡ്മയർസ് സെലീസ് വർക്ക് ആൻഡ് ട്രൈസ് ഓൺ എ പെയർ വിച്ച് ഇംപ്രസസ് എവരി വൺ.
ഡിമാൻഡ് റൈസസ് ആസ് ഷഗ്സ് ബാൻഡ് മെമ്പേഴ്സ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി പ്ലേസ് ഓർഡേഴ്സ്. അങ്ങനെ ഷഗ് ഈ പാൻസ് ധരിച്ചുകൊണ്ട് ഈ ബാൻഡിലേക്ക് പാട്ട് പാടാൻ വേണ്ടി പോകുന്നു. അവിടെ പോകുന്ന സമയത്ത് അവർ ഇത് എവിടുന്ന് വാങ്ങിയ പാൻറ്റാന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഞാൻ വാങ്ങിയതല്ല, ഇത് തുന്നിയതാണെന്ന് പറയുന്നു. അപ്പോൾ ആര് തുന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ എനിക്കും ഒരു പാൻറ്റ് വേണമെന്ന് പറയുന്നു. അങ്ങനെ സ്ക്യൂക്കിന് ഒരു പാൻറ്റ് കൊടുക്കുന്നു. അവരുടെ ബാൻഡിലുള്ള മറ്റു ആളുകൾ, ഫ്രണ്ട്സ്, ഫാമിലി, അങ്ങനെ പല ആളുകളും ഇതുപോലെ ഓർഡറുകൾ കൊടുക്കുന്നു. അങ്ങനെ സെലിക്ക് ചെറിയ രീതിയിൽ ഒരു വരുമാനമൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് അവളുടെ തുന്നൽ ജോലി ഇങ്ങനെ വളർന്നു വരുന്നത് നമ്മൾ കാണുന്നു. Then, Sally's business expands and Shug encourages her to advertise, raise prices and hire more women. Sally realizes she is finally making a living on her own. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫ്രണ്ട്സ്, ഫാമിലി, പരിചയക്കാർ എന്നുള്ള രീതിയിലൊക്കെ ഈ പാൻസ് കാണുന്ന ആളുകൾ ഇത് ഇവിടുന്ന് വാങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൾക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടുന്നു. ഷഗ് ഇവൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കുന്നു. 1-2 ജോലിക്കാരെ വയ്ക്കുന്നു. അങ്ങനെ ഇവൾ ഡിസൈൻ ചെയ്യുന്നു, സെലി ഡിസൈൻ ചെയ്യുന്നു, തുന്നാൻ വേണ്ടി വേറെ ജോലിക്കാരെ വയ്ക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ചെറിയ രീതിയിൽ അവളുടെ ബിസിനസ് ഇങ്ങനെ വളർന്നു വരുന്ന ഒരു സംഭവമാണ് ഈ മെംഫിസിൽ പോയിട്ട് അവിടെ നമ്മൾ കാണുന്നത്. In the final lines, Sally tells Nettie she is making a special pair of pants for her. ഇനി കത്ത് അവസാനിപ്പിക്കുന്ന സമയത്ത് സെലി തൻ്റെ സഹോദരി നെറ്റിയോട് പറയുന്നത്, നിനക്ക് വേണ്ടിയും ഞാൻ ഒരു പാൻസ് തുന്നുന്നുണ്ട്. എവറി സ്റ്റിച്ച് ഷീ സേസ് വിൽ ബി എ കിസ്, സിംബലൈസിങ് ഹർ ഡീപ്പ് ലവ് ആൻഡ് കണക്ഷൻ ടു ഹർ സിസ്റ്റർ. ഞാനങ്ങനെ ആ പാൻറ്റിൽ തുന്നുന്ന ഓരോ തുന്നലുകളും ഓരോ ചുംബനങ്ങളായിരിക്കുമെന്നാണ് സെലി തൻ്റെ സഹോദരിയോട് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡീപ്പ് അഫെക്ഷനും കണക്ഷനും എല്ലാമാണ് നമ്മളവിടെ കാണുന്നത്. സെലീസ് ന്യൂ ഫൗണ്ട് ഇൻഡിപെൻഡൻസ് ആൻഡ് സക്സസ് കൾമിനേറ്റ് ഇൻ ഹെർ പ്ലേഫുൾ ന്യൂ സിഗ്നേച്ചർ സെലി ഫോക്ക് പാൻസ് അൺലിമിറ്റഡ്. ഇനി ആ കത്ത് സെലി അവസാനിപ്പിക്കുന്നത് സെലി ഫോക്ക് പാൻസ് അൺലിമിറ്റഡ് എന്ന് എഴുതിക്കൊണ്ടാണ്. നമ്മൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ സെലി അവൾക്ക് ഒരു പുതിയ ജീവിതം ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ ഈ ഒരു ടൈലറിങ്ങിലൂടെ, തുന്നലിലൂടെ അവളൊരു ജീവിതമാർഗം കണ്ടെത്തിയിരിക്കുന്നു, അവൾ എംപവേർഡ് ആയിരിക്കുന്നു എന്നുള്ള ആ ഒരു സന്തോഷം പങ്കുവയ്ക്കുന്നതായിട്ടാണ് നമ്മൾ ഈ കത്തിൻ്റെ അവസാനത്തിൽ കാണുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലെ എക്സെപ്റ്റിനകത്ത് വരുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന തീമുകൾ എന്ന് പറയുന്നത്, ഒന്ന് അമേരിക്കയിൽ ആ കാലത്തുണ്ടായിരുന്ന ഈ റേസിസം അല്ലെങ്കിൽ വർണ്ണവിവേചനമാണ്. സോഫിയയുടെ കഥയിൽ നമ്മളത് കാണുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് വരുന്നത് പാട്രിയാർക്കിയാണ്, പുരുഷ മേധാവിത്വം എന്നുള്ളൊരു സങ്കല്പമാണ്. സെലിയുടെ രണ്ടാനച്ഛൻ, അതുപോലെ തന്നെ സെലിയുടെ ഈ മിസ്റ്റർ എന്ന് പറയുന്ന ഹസ്ബൻഡ്, അവരുടെ ഒരു അബ്യൂസീവ് നേച്ചർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ഇതുകൂടാതെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ സ്ത്രീകൾ തമ്മിലുള്ള ഒരു കണക്ഷനും അതുപോലെ തന്നെ സപ്പോർട്ടിങ്ങുമാണ്. സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ളൊരു തീമാണ്. സെലി അവളുടെ ജീവിതത്തിൽ ഇതുപോലെ കോൺഫിഡൻസും ഇൻഡിപെൻഡൻസും എല്ലാം നേടുന്നത് അവളുടെ സഹോദരി നെറ്റിയുടെ സപ്പോർട്ട് കൊണ്ടും അതുപോലെ അവളുടെ സുഹൃത്ത് ഷഗിൻ്റെ സപ്പോർട്ട് കൊണ്ടുമാണ്. ഇതുകൂടാതെ തന്നെ സ്ക്യൂക്ക്, സോഫിയ തുടങ്ങിയിട്ടുള്ള മറ്റ് സ്ത്രീകളെല്ലാം തന്നെയും സ്ത്രീ കഥാപാത്രങ്ങൾ തമ്മിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുകയും അതിലൂടെ അവർ ഈ പാട്രിയാർക്കി അല്ലെങ്കിൽ പുരുഷ മേധാവിത്വത്തെ അതിജീവിക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ നോവലിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള തീമുകൾ നമ്മൾ കാണുന്നത്, ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ഈ റേസിസം അല്ലെങ്കിൽ അമേരിക്കയിലെ വർണ്ണവിവേചനം, മറ്റൊന്ന് ഈ പുരുഷ മേധാവിത്വത്തെ ഈ സ്ത്രീകൾ ഈ പരസ്പരമുള്ള സപ്പോർട്ട് കൊണ്ട് അതിജീവിക്കുന്ന ഒരു കാര്യം. പിന്നെ ഈ നോവലിൻ്റെ ഒരു സവിശേഷത നമ്മൾ ആദ്യമേ പറഞ്ഞത് ഒരു എപ്പിസ്റ്റോളറി നോവൽ എന്നുള്ള രീതിയിലാണ്, അതായത് കത്തുകളുടെ രൂപത്തിലാണ് ഈ ഒരു നോവൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലൊരു സമ്മറി ആയിട്ട് കാണാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോസ് എല്ലാം മിസ്സാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.